ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ ആഴ്ചയിൽ മാസ് ഡയലോഗായിരുന്നു രേണു സുധിയിൽ നിന്നും വന്നത്. രേണു സുധി ഫ്ലവർ അല്ലട, ഫയർ അട, താഴത്തില്ലട എന്ന് പറഞ്ഞായിരുന്നു ഹൗസിനുള്ളിൽ എത്ര ആക്രമിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കില്ല എന്ന് രേണു പ്രഖ്യാപിച്ചത്. എന്നാൽ രണ്ടാം ആഴ്ച ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. വയ്യ എന്ന് രേണു മറ്റ് മത്സരാർത്ഥികളോടായിട്ട് പറയുന്നുണ്ട്. എന്റെ ഹെൽത്ത് തീരെ ഓക്കെ അല്ല, എനിക്കിനി വയ്യ, വീട്ടിൽ പോയാൽ മതിയെന്നായിട്ടുണ്ട്. ഇങ്ങനെ രേണു സുധി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതോടെ താരം പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാൻ സാധ്യത കൂടുതൽ രേണുവിനാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പേരുടെയും പ്രതികരണം. കാരണം മിഡ് വീക്ക് എവിക്ഷനിൽ ടാസ്കിൽ തോൽക്കുന്ന 2 പേരാണ് പുറത്തേക്ക് പോവുക. ബിഗ് ബോസിൽ ഇതുവരെയുള്ള ടാസ്കുകളിൽ രേണു സുധി വലിയ രീതിയിലുള്ള മത്സരം ഒന്നും തന്നെ പുറത്തെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ആരോഗ്യനില മോശമാണ് എന്ന് രേണു പറയുന്ന കൂടി സാഹചര്യത്തിൽ ഇവർക്ക് മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടാസ്കിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും രേണു സുധി പുറത്തേക്ക് പോകുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോഴും വലിയ കണ്ടന്റുകളൊന്നും സൃഷ്ടിക്കാൻ രേണു സുധിക്ക് സാധിച്ചിട്ടില്ല.